രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ രാവണൻ്റെ ഉടൽ സംസ്കരിച്ചതിന് അനന്തരം വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. മുമ്പൊരിക്കൽ പ്രതീകാത്മകമായിട്ട് അഭിഷേകം ചെയ്തിരുന്നു. അത് ശരിക്കുള്ള അഭിഷേകമല്ല. രാവണനുള്ളപ്പോൾ വിഭീഷണൻ എങ്ങനെയാണ് രാജാവാവുക? പക്ഷെ എന്നാലും അതിന് വിഭീഷണാഭിഷേകം തന്നെയാണ് പറഞ്ഞു വന്നിരുന്നത്. അഭിഷേകം ചെയ്തു എന്നും പറയുണ്ടായി. പക്ഷെ അത് ശരിയായൊരു അഭിഷേകമല്ല, പ്രതീകാത്മകമായിട്ട് അങ്ങനെ ഒക്കെ ചില സംഗതികൾ വേണ്ടി വരും, ചെയ്തതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ തന്നെ വിഭീഷണൻ രാജാവായി, ലങ്കയിലത്തെ അധിപനായി തീർന്നു എന്നർത്ഥം. തുടർന്ന് ഈ രാമൻ ഹനുമാനെ സീതയുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം സീതയോട് പറയണം, സീതയെ അറിയിക്കണം. ഹനുമാൻ തതശൈലോപമം വീരം പ്രാഞ്ജലിം പാർത്ഥിതം അബ്രവീ രാഘവോ വാക്യം ഹനുമന്തം പ്ലവംഗമം ഗച്ഛ സൗമ്യ പുരീലങ്കാം അനുജ്ഞാപ്യ യഥാവിധി. അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. ബഹുമാനയ രാജാനം ഇമം സൗമ്യ വിഭീഷണം ഗച്ഛ സൗമ്യ പുരീലങ്കാം അനുജ്ഞാപ്യ യഥാവിധി പ്രവിശ്യ രാവണഗൃഹം വിജയേനാഭിനന്ദജ വൈദേഹ്യേ മാം കുശലിനം സുഗ്രീവം സലക്ഷ്മണം. സുഗ്രീവനോടും ലക്ഷ്മണനോടും കൂടി രാമൻ ഇവിടെ ഉണ്ട് എന്നും എൻ്റെ കുശലാന്വേഷണങ്ങൾ പറയിക്കുക. രാവണൻ വധിക്കപ്പെട്ടിട്ടുണ്ട്. ലങ്ക വിഭീഷണൻ്റെ അധീനതയിലായി. ഇപ്പോൾ വേറൊരാളുടെ അധികാരത്തിലുള്ള സ്ഥലത്തല്ല സീതയെ നീ ഇരിക്കുന്നത്. വിഭീഷണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രാമപക്ഷത്തിലുള്ളവനാണ്, രാമൻ്റെ ഭക്തനാണ്, രാമൻ്റെ വലിയ അനുയായിയാണ്. അപ്പോൾ രാമൻ്റെ വിധേയത്തിലുള്ള ഒരാളുടെ കയ്യിലപ്പം ലങ്ക. അപ്പോൾ എങ്ങനെയാണ് അന്യൻ്റെ ആവുക? രാമന് തുല്യനാണ് ഭക്തൻ വിഭീഷണൻ. ഭഗവാന് എല്ലാ ഭക്തനൊക്കെ അവനവനെ പോലെയാണ് എന്നാണ്. രണ്ടല്ല എന്നാണ് പറയുക. ഭക്തനും ഭഗവാനും രണ്ടല്ലല്ലോ. അപ്പോൾ രാമൻ്റെ കയ്യിലുള്ള സംഗതി സീതയുടെ തന്നെ. ഇപ്പം ലങ്ക നിൻ്റെയാണ്, അത് ഭവതിയുടെയാണ്, സീതയുടെയാണ് എന്ന് വിചാരിച്ചോളാം. ഒരിക്കലും അന്യസ്ഥലത്ത് ഇനി മറ്റുള്ളവരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടും ഒന്നും ഇനി കഴിയേണ്ടതില്ല. എന്നിട്ട് സീത എന്ത് പറയുന്നു അത് ഹനുമാൻ അങ്ങനോട് പറയണം എന്ന് രാമൻ അനുജ്ഞ ചെയ്തു. അതിന് ഹനുമാൻ ശിരസ വണങ്ങിക്കൊണ്ട് സീതയുടെ അടുത്തേക്ക് വന്നു. ചന്ദ്രനോട് വേർപെട്ട രോഹിണിയെ പോലെ, യുടെ പത്നിയാണ് രോഹിണി, വളരെ വേണ്ടപ്പെട്ട പത്നിയാണ് രോഹിണി. അത് ക്രിക്കേറ്റ് ചെയ്തതെന്നാണ് പറയുക. ബാക്കി 27 നക്ഷത്രങ്ങളിൽ വെച്ചിട്ട് രോഹിണിയോട് കുറച്ചധികം സ്നേഹമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ വേർപെട്ടാലോ ഏറ്റവും ദുഃഖമുണ്ടാവും. അതുപോലെ എപ്പോഴും ഉപമ പറയും, ചന്ദ്രനോട് കൂടിച്ചേർന്ന രോഹിണിയെ പോലെ എന്ന്. കൂടിച്ചേരുകയാണെന്ന് വെച്ചാൽ ചന്ദ്രനോട് വേർപെട്ട രോഹിണി പോലെ സീതയെ കണ്ടു. ഹനുമാനെ ഒരു നിമിഷം ഓർമ്മയുണ്ടോ ഇല്ലയോ? ഒരിക്കൽ കണ്ടതല്ലേ ഉള്ളൂ. കണ്ടു, ഓർമ്മിച്ചു. ഓ, ഇതന്ന് വളരെയേറെ ഞാൻ ദുഃഖിക്കുമ്പോൾ എനിക്ക് സന്തോഷ വാർത്ത തന്ന ഹനുമാനാണല്ലോ വന്നിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇപ്പോൾ വരാനുള്ള കാരണം എന്താണ് എന്നുള്ള ഭാവേന വൈദേഹി നോക്കി. ഒന്നും ചോദിച്ചൊന്നുമില്ല, ഭാവം കൊണ്ടാണല്ലോ. ഇപ്പോൾ രണ്ടാമത് ഭവാൻ വരാൻ കാരണം എന്താണ്? ഇപ്പോൾ പറഞ്ഞു, രാമൻ്റെ ആ കുശലം ഭവതിയോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. രാമവാക്യം അല്ലയോ വൈദേഹി ഭവതി കേട്ടാലും കുശലം ചാക സിദ്ധാർത്ഥ ഹതശത്രുരരിന്ദമ. ശത്രുവില്ലാത്ത രാമൻ്റെ ആ വർത്തമാനം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. എന്താണ് രാമൻ പറഞ്ഞത് എന്നാണെങ്കിൽ, വൈദേഹി, ഞാൻ ശത്രുവിനെ വധിച്ചവനായി തീർന്നു,
വിജയം നമ്മുടെ ഭാഗത്ത് നേടിയിട്ടുണ്ട്. വിഭീഷണ സഹായേന രാമേണ ഹരിഭി സഹ നിഹതോ രാവണോ ദേവി ലക്ഷ്മണസ്യ അനയേന ച. ലക്ഷ്മണനോടും കൂടിയിട്ട് വിഭീഷണൻ്റെ സഹായത്തോടു കൂടിയിട്ട് രാവണനെ വധിക്കാൻ എനിക്ക് സാധിച്ചു. ശത്രുജയം എനിക്ക് കൈവന്നിരിക്കുന്നു. ക്ഷത്രിയനെ സംബന്ധിച്ച് ശത്രുജയം ഏറ്റവും വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഇതാണ് ഭവതിയോട് പറഞ്ഞിരിക്കുന്നത്. രാവണച്ച കഥച്ചത്ര ലങ്കാശേയം വശേ സ്ഥിത. ലങ്ക നമ്മുടെ വശമായിരിക്കണു. ഇപ്പോൾ നിന്നെ വീണ്ടെടുക്കുന്നതിൽ സദാ നിരതനായിരിക്കുന്ന ഞാൻ ആ പ്രതിജ്ഞ ഇതാ പാലിച്ചിരിക്കുന്നു. രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുമെന്ന പ്രതിജ്ഞ അല്ലയോ ദേവി പാലിച്ചിരിക്കുന്നു എന്ന് രാമൻ പറഞ്ഞ വാക്യങ്ങളാണ്. അതൊക്കെ ഇനി രാമവാക്യം ഹനുമാൻ പറയണതാണ്. സംഭ്രമച്ചനഗന്ധവ്യോ വർത്തന്ത്യ രാവണാലയെ. രാവണാലയത്തിൽ വസിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇനി സംഭ്രമമോ വിഷമമോ വേണ്ട. കാരണം ലങ്ക ഇപ്പോൾ രാവണൻ്റെ അധീനതയിലല്ല, രാവണനേ ഇല്ല. പിന്നെ എങ്ങനെ രാവണൻ്റെ അധീനതയിലാവുക? വിഭീഷണൻ്റെ അധീനതയിലാണ്. അതെൻ്റെ നിയന്ത്രണത്തിലും ആണ്. അതുകൊണ്ട് ഞാൻ ഭവതിയുടെ അടുത്തേക്ക് ഉടനെ വരുന്നതാണ്. രാവണൻ്റെ ശല്യമില്ലാത്ത, ശത്രു നശിച്ചതായിട്ടുള്ള രാമൻ നിൻ്റെ അടുത്തേക്ക് ഇതാ വരാൻ പോകുന്നു. ഇതിങ്ങോട്ട് കേട്ടതോട് കൂടിയിട്ട് എന്താണ് പറയേണ്ടത് നിശ്ചയില്ല. കാരണം പ്രഹർഷേണ ആവരുദ്ധാസ, വാക്കൊക്കെ ഇങ്ങോട്ട് കിട്ടാണ്ടായി. എന്താ ഞാൻ ഈ കേൾക്കണത്, സത്യമാണോ ഹനുമാൻ എന്ന് പറഞ്ഞ് മനസ്സിലേ ചിന്തിച്ചുള്ളൂ. ഒരക്ഷരം പുറത്തേക്ക് വരുന്നില്ല. വല്ലാത്ത സന്തോഷവും വല്ലാത്ത ദുഃഖവും വല്ലാത്ത അത്ഭുതവും. ഏതും എക്സ്ട്രീമായാൽ നമുക്ക് വാക്ക് കിട്ടില്ല എന്നാണ്. അങ്ങനെ ഏതായാലും വേണ്ടില്ല, നമുക്ക് വാക്ക് പറയാൻ കിട്ടില്ല. ഇവിടെ സന്തോഷമാണ്, അത്ഭുതമുണ്ട്. എങ്ങനെ സാധിച്ചു ഇത്? ഇത്രയും കേമന്മാരായിട്ടുള്ള സൈന്യങ്ങളുള്ള ബലവാനായിട്ടുള്ള രാവണനെ എങ്ങനെയാണ് രാമൻ നേരിട്ടത് എന്നൊന്നും ചോദിക്കാൻ വാക്ക് കിട്ടാതെ ശബ്ദം അടഞ്ഞ പോലെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, എന്താണ് ദേവി ഒന്നും മിണ്ടാത്തത്? ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഭവതി ഒന്നും മിണ്ടാത്തത്? അപ്പോൾ സീത പറഞ്ഞു, പ്രിയമേതത് ഉപശ്രുത്യ ഭർത്തൃ വിജയ സംശ്രിതം. ഹനുമാൻ ഭർത്താവിൻ്റെ വിജയം കേട്ടിട്ട് ആ സന്തോഷം കൊണ്ട് എനിക്കൊരു നിമിഷം ഒന്നും പറയാൻ കിട്ടിയില്ല. എന്താ പറയേണ്ടത് നിശ്ചയില്ലാതെ വാക്കുകൾ എല്ലാം ഗദ്ഗതകണ്ഠയായിട്ട് തടഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇതിനുള്ള സന്തോഷം ഞാൻ എങ്ങനെ ഏത് വാക്കുകളിൽ കൂടിയിട്ട് പറയും? രാക്ഷസിമാരാൽ ഉപദ്രവിക്കപ്പെട്ട് രാവണനെ ഭയന്ന് മര്യാദയ്ക്ക് ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഞാൻ ഇനി അതിൽ നിന്നെല്ലാം മുക്തമാവുകയാണ് എന്നും എൻ്റെ ഭർത്താവ് ശത്രുവില്ലാത്തവനായി തീരുകയാണ് എന്നും ഉള്ള ആ വർത്തമാനം പറഞ്ഞതിന് എന്ത് നിനക്ക് തരണം? ഇവിടെ പറയുകയാണ്, സ്വർണമോ വെള്ളിയോ ഈ ലോകത്തിലത്തെ രത്നം സഞ്ചയമോ രാജ്യാധികാരമോ ഒന്നും തന്നെ ഇതിന് തുല്യമാവില്ല. ഹിരണ്യം വാ സുവർണം വാ രത്നാനി വിവിധാനി ച. രത്നമാവട്ടെ, ഹിരണ്യം, സുവർണം. അവിടെ ഹിരണ്യം നിന്ന് വെള്ളിയിൽ നിന്ന് എടുക്കാം. ഹിരണ്യ സ്വർണ്ണം എന്നർത്ഥമുണ്ട് കേട്ടോ. ഒക്കെ സന്ദർഭത്തിന് വെച്ചാൽ സുവർണം ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ട് ഇത് വെള്ളിയിൽ നിന്ന് എടുക്കാം എന്നുണ്ട്. എന്ത് തന്നാലും ഇതിന് അധികമാവില്ല, ഇതിന് തുല്യമാവില്ല. എന്നിട്ട് വേണ്ടി അധികമാവുന്നതുകൊണ്ട് ഞാൻ എന്താണ് ഇതിന് തരേണ്ടത് എന്ന് എനിക്ക് യാതൊരുവിധ അറിവുമില്ല. ഇത്രയും സുഖമായിട്ടുള്ള വാക്കാണ് ഹനുമാൻ അവിടുന്ന് പറഞ്ഞത്, വലിയ വാക്കുകൾ. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ദേവി അവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനെന്താ അങ്ങോട്ട് പറയുന്നത് എന്നറിയോ? അവിടുന്ന് പറഞ്ഞ ഈ വാക്കില്ലേ, എന്ത് നൽകിയാലും മതിയാവില്ല എന്ന വാക്ക്, അത് അവിടുന്ന് പറഞ്ഞ സ്വർണത്തെക്കാട്ടും വെള്ളിയെക്കാട്ടും ത്രിലോകത്തെക്കാട്ടും വലുതാണ്. ആ വാക്കാണല്ലോ വലുത്. എന്ത് തന്നിട്ടും മനസ്സ് ശരിയില്ലാതെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഭവതിയുടെ ഈ വാക്ക് തന്നെ മതി എനിക്ക്. ഈ പറഞ്ഞ സംഗതികൾ ത്രിലോകമോ സ്വർണമോ രത്നത്തേക്കാൾ എനിക്ക് വലുതാണ്. കാരണം ദേവി സന്തോഷിച്ചല്ലോ. ദേവി സന്തോഷിക്കുക, രാമൻ സന്തോഷിക്കുക, അതിനല്ലേ ഞാൻ ജീവിക്കണം. ഹനുമാൻ്റെ ജീവിതോദ്ദേശം എന്താ? രാമനെ സന്തോഷിപ്പിക്കുക, സീതയെ സന്തോഷിപ്പിക്കുക, ലക്ഷ്മണനെ സന്തോഷിപ്പിക്കുക, രാമപക്ഷത്തെ മൊത്തം സന്തോഷിപ്പിക്കുക. അതിനായിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് ഹനുമാൻ്റെ. വേറെ ലക്ഷ്യം തനിക്കില്ല. തൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഹനുമാൻ. അവിടെ ദേവി സന്തോഷിച്ചു, എൻ്റെ ലക്ഷ്യത്തിലെത്തി. രാമൻ സന്തോഷിച്ചു, എൻ്റെ ലക്ഷ്യത്തിലെത്തി. എനിക്കിനി യാതൊന്നും നേടാനില്ല, ഞാനെല്ലാം നേടി.
എന്താ നേടിയത്? നിങ്ങളുടെയൊക്കെ സന്തോഷം അനുഗ്രഹമല്ലേ എൻ്റെ ഏറ്റവും വലിയ കൈമുതൽ. അല്ലാണ്ട് ഇനി എന്തിനാണ് സ്വർണം, എന്തിനാണ് വെള്ളി എന്നൊക്കെ ചോദിച്ചു. അവൻ്റെ ആ വാക്ക് കേട്ട് ജനകാത്മജയായിട്ടുള്ള മൈഥിലി വീണ്ടും പവനപുത്രനോട് പറഞ്ഞു, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. ഇത്ര നല്ല വാക്കുകൾ ഹനുമാൻ അവിടത്തേക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഹനുമാനെ പോലുള്ള ഒരാളൊക്കെയാണ് ഇങ്ങനെയുള്ള ആ വാക്കുകൾ സ്വർണത്തിനും വെള്ളിക്കും ത്രിലോകത്തിൻ്റെ സമ്പത്തിനേക്കാളും വലുതാണ് എന്നൊക്കെ പറയണമെങ്കിൽ അതൊക്കെ വലിയൊരു വാക്കാണ്. കാരണം അത് എന്തൊക്കെയോ കൊടുക്കണം എന്നുണ്ട് സീതയ്ക്ക്, ഒന്നും കൊടുക്കാനില്ലല്ലോ. താനിപ്പോൾ എന്താ കൊടുക്കുക? അവിടെ ഇരുന്നിട്ട് ഒന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നും വേണ്ട, ആ തന്ന ഫലം ആയി തീർന്നു എന്ന് ഹനുമാൻ പറഞ്ഞു. കാരണം സീതയെ സന്തോഷിപ്പിക്കാൻ ഒന്നും എനിക്ക് വേണ്ട, ദേവിയുടെ ഈ സന്തോഷം ഉണ്ടല്ലോ അതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആദരവ്, ഏറ്റവും വലിയ എനിക്കുള്ള എന്താ പറയുക ആ വലിയ വരദാനോ എന്തായാലും പറയേണ്ടത് വെച്ചാൽ അത് തന്നിട്ടുള്ള സമ്മാനം അത് തന്നെയാണ് വലുത്. ബലം ശൗര്യം ശസ്ത്രം, ശാസ്ത്രം സത്യം വിക്രമം. ശാസ്ത്രത്തിലും വ്യാകരണത്തിലൊക്കെ വളരെ നിപുണനാണ് ഈ ഹനുമാൻ. കുട്ടിക്കാലത്ത് വ്യാകരണം പഠിക്കാൻ സൂര്യപഥത്തിൽ കൂടെ ചാടിയിട്ടുണ്ട് എന്നാണ്. അത്രേ വൈയാകരണമായത്. ശാസ്ത്രം, സത്വം, വിക്രമം, തേജസ്, ക്ഷമ, ധൈര്യം, വിനീതം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരാൾക്കുണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും ഹനുമാൻ അവിടത്തേക്കുണ്ട്. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, സീതേ, ദേവിയെ എനിക്കൊരു ആഗ്രഹം, ഉപദ്രവിച്ചതായിട്ടുള്ള ഈ രാക്ഷസികളെയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ? രാവണൻ്റെ പിൻബലത്തിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? എനിക്ക് അറിയാം, ഞാൻ കേട്ടു എന്നാണ് പറയണതൊക്കെ. ഹനുമാൻ കേട്ടിരുന്നു. വെട്ടി തിന്നും തന്നെ, വേറൊന്നാണ് തന്നെ കഷ്ണമാക്കുമെന്നും പ്രാതലിന് തന്നെ ഭക്ഷണമാക്കുമെന്നൊക്കെ പറഞ്ഞ് തന്നെ എല്ലാ സ്വസ്ഥതയും കെടുത്തിയ ആ രാക്ഷസികളെ ഞാൻ കൊല്ലണോ? ദേവി ഇപ്പം അനുജ്ഞ അങ്ങോട്ട് നൽകിയാൽ മതി. അടിച്ചിട്ട് വേണമെങ്കിൽ കൊല്ലാം, വേറെ വിധത്തിൽ വേണമെങ്കിൽ കൊല്ലാം. ഭവതിയെ ദ്രോഹിച്ച ആ രാക്ഷസികളോട് എനിക്കിപ്പോൾ ലേശം പ്രതികാരമുണ്ട്. രാവണനോടുള്ളത് കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് ദേവിയെ അവർ ചെയ്തത്? അവരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ പറഞ്ഞാലും ഭവതി ആജ്ഞാപിക്കുക വേണ്ടു. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? തകർത്ത് തരിപ്പണാക്കാം വേണോ? രാവണനെ വധിച്ചൊരാൾക്കുണ്ടോ ഈ സ്ത്രീകളെ എന്തെങ്കിലും ചെയ്യാൻ പ്രയാസം? വിടരുത് ദേവി അവരെ. അപ്പോഴാണ് സീതയുടെ ആ മഹത്വം ശരിക്കും ഒരു ദേഷ്യമില്ലാതെ പറഞ്ഞത്. രാജസംശ്രയ വശ്യാനാം കുർവന്തീനാംബരാജ്ഞയ. ഹനുമാൻ രാവണനെ പേടിച്ചിട്ട് അവരെന്തൊക്കെയോ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ അവരോട് പുറത്തിരിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒരാൾക്ക് ആലോചിച്ച് നോക്കൂ. വെട്ടി കഷ്ണാക്കും. അതിലും അപ്പുറം എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള സ്ത്രീകളോട് ഞാൻ പുറത്തു. ദാസീനാൻ്റെ അവണസ്യാഹം മർഷയ എന്നാണ്, മർഷാമി ദുർബലം. അതൊക്കെ രാവണൻ്റെ ദാസ്യം കൊണ്ട്. പിന്നെ എൻ്റെ ചില കഷ്ടകാലം ഉണ്ടാവും, ഞാൻ അവരോട് പൊറുക്കണു. എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, ഇനി അവർ ചെയ്യില്ല. എല്ലാം രാജാജ്ഞ അനുസരിക്കാൻ അസ്വതന്ത്രരായിട്ട് അവർ ചെയ്തതാണ്. അവർ സ്വതന്ത്രരല്ല. സ്വതന്ത്രരല്ലാത്തത് കാരണം രാവണാജ്ഞയ്ക്ക് വഴങ്ങി അവർ ചെയ്തു എന്നല്ലാണ്ട് ഇനി അവർ എന്നെ ദ്രോഹിക്കില്ല. അതേ തസ്മിൻ, രാവണൻ വധിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിങ്കൽ ന കുര്യുർഹി തർജനം. ഇനി അവരെന്നെ, അല്ലയോ വാനരോത്തമ, ദ്രോഹിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പണ്ട് കരടി ഒരു കടുവയോട് ചൊല്ലിയ ഒരു ശ്ലോകം, ഒരു വെറും കഥ. എന്താണെന്ന് ചോദിച്ചാൽ, സദാചാരം കാക്ഷിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങൾ ഒരിക്കലും മറ്റൊരാളെ ദ്രോഹിക്കില്ല. സദാചാരങ്ങൾ ലംഘിച്ചാലും നമ്മളെ ദ്രോഹിച്ചാലും അവരോട് കരുണ കാണിക്കുന്നതാണ് സജ്ജനധർമ്മം എന്നൊരു കരടി ഏതോ ഒരു കഥയിലാണ് പണ്ട് കടുവയോട് പറഞ്ഞു എന്നും പറഞ്ഞ്. അതുകൊണ്ട് സജ്ജനങ്ങൾക്കൊരിക്കലും ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും അങ്ങോട്ട് ഉപദ്രവിക്കണം എന്ന് തോന്നില്ല. രാക്ഷസർ ലോക ഉപദ്രവം ചെയ്താലും സജ്ജനം തിരിച്ച് ചെയ്യില്ല. രക്ഷ നോക്കും അവനവൻ്റെ എന്നുള്ള, തിരിച്ച് നോക്കില്ല, തിരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഭവതി രാമന് പറ്റിയ പത്നി തന്നെയാണ്. യുക്താരാമസ്യ ഭവതി ധർമ്മപത്നി യശസ്വിനി. ലോകം മുഴുവൻ പ്രസിദ്ധി നേടിയതായിട്ട് ധർമ്മപത്നി രാമപത്നിയാണ്. ജനകനന്ദിനി അവിടുന്ന് പറ്റിയ വാക്ക് തന്നെ പറയുന്നു. ഇങ്ങോട്ട് ദ്രോഹിച്ചവരെയും അങ്ങോട്ട് ദ്രോഹിക്കണം എന്നില്ലല്ലോ.
ശത്രുവില്ലാത്തതും സുന്ദരനുമായിട്ടതായ രാമനെ ഭവതീത കാണാൻ സമയം അടുത്തടുത്തടുത്ത് വരുന്നു. ഞാൻ എന്താണ് അങ്ങോട്ട് പറയേണ്ടത്? രാമനോട് എന്താണ് പറയേണ്ടത്? രാമൻ പറഞ്ഞതിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു. എന്നങ്ങനെ പറഞ്ഞതായിട്ട് സമയത്ത് സീത പറഞ്ഞു, സ ഉവാച മഹാപ്രാജ്ഞം അഭിഗമ്യ പ്ലവംഗമ രാമം വചനമർത്ഥജ്ഞോ വരം സർവധനുഷ്മതാം. എനിക്ക് എത്രയും വേഗം രാമനെ കാണണം. പൂർവകാൽ പ്രത്യയാ വാക്യം ഉക്തോ വിശ്വസ്തയാ തയാ ഭർത്താരം ദ്രഷ്ടുമിച്ഛാമി കൃതാർത്ഥം സകലക്ഷ്മണം. ലക്ഷ്മണനോട് കൂടിയിട്ടതായിട്ടുള്ള എൻ്റെ ഭർത്താവിനെ വേഗം കാണണം എന്ന് പറഞ്ഞ 2 കണ്ണിൽ നിന്നും വെള്ളം വാർത്തു. അതുപോലെ ആ മേഘതുല്യനായിട്ടുള്ള വിഭീഷണനോട് ഈ വാക്യങ്ങളൊക്കെയും പറഞ്ഞു. രാമൻ വന്നിട്ട് പറഞ്ഞു, വിഭീഷണ സമേതനായിട്ട് രാമനോട്, ഇത്രയും വേഗം ഈ രാമനെ അങ്ങേ കാണണം എന്നാണ് സീത പറഞ്ഞത്. അപ്പം ഇവിടെ പറഞ്ഞ വാക്ക് അവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞത് ഇവിടെയും പറഞ്ഞു. ആ ദൗത്യം മുഴുവനായി. അടുത്തതായിട്ട് രാമൻ ആജ്ഞാപിച്ചു, വേഗം ആ സീതയോട് കുളിച്ച് ആഭരണങ്ങളും കുറിക്കൂട്ടുമെല്ലാം അണിഞ്ഞ് എന്നെ കാണാൻ പറയൂ. അടുത്ത ആജ്ഞയാണ്. വീണ്ടും വരുമ്പം വന്നതാ ദേവി മുങ്ങിക്കുളിച്ച് നല്ല വേഷങ്ങളും ആഭരണങ്ങളും ധരിച്ച്, രാവണൻ പറഞ്ഞതനുസരിച്ച് ധരിക്കുകയല്ല. ഇനി അതൊന്നുമില്ല, രാവണൻ എന്നുള്ള അധ്യായം തന്നെ കഴിഞ്ഞു. എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് എന്നോട് സൂഹിക്കാൻ പറഞ്ഞില്ലേ? ഇതാ ആ രാവണനല്ല കേട്ടോ പറയണത്. നീ ജീവനത്തില്ല സ്നേഹിക്കുന്ന രാമന് കുളിയൊക്കെ കഴിഞ്ഞ് നിന്നെ നന്നായിട്ട് കാണണം, അവിടുത്തെ ഭവതിയെ കാണണം എന്നുണ്ട്. രാമാജ്ഞയാണ് ഭവതി കുളിക്കണം, ആഭരണങ്ങൾ ആടയങ്ങളൊക്കെ അണിയണം എന്നുള്ളത്. ഇപ്പം സീത പറഞ്ഞു, എന്തിനാണ് കുളിക്കാൻ നിൽക്കണം? എനിക്ക് അതിനൊന്നും ക്ഷമയില്ല. ആദ്യം വേണ്ടത് എന്താ? എൻ്റെ ഭർത്താവിനെ ഒന്ന് കണ്ടിട്ട് പോരേന്ന് ചോദിച്ചു. അല്ലല്ല, രാമാജ്ഞ പാലിക്കണം. രാമൻ്റെ ആജ്ഞയല്ലേ, ഒന്ന് കുളിക്കുക. എൻ്റെ സമയം ചിലവായാലും അത്രയായാലും ക്ഷമിച്ചില്ലേ? വേവോളം കാത്തു, ആറോളെങ്കിലും ദേവി അതുകൂടി ക്ഷമിച്ച് കുളിച്ചിട്ട് രാമനെ കാണണമെന്നുണ്ട് ഭവതിയെ. അതല്ലേ നല്ലത്. ഞാൻ എങ്ങനെയാവാം? ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം അനുസരിച്ചില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞ് ക്ഷമയില്ലാതെയാണ് പറയണത്. രാമനെ കാണാനുള്ള സീത ആ ക്ഷമയില്ല. ഇതേ കുളിക്കാൻ നിന്നാൽ അത്രയും നേരം ഞാൻ എങ്ങനെ കാക്കും? അങ്ങനെ കാവൽക്കാരെ ബാക്കിയുള്ളവർ എല്ലാവരും ഉണ്ട്. അങ്ങനെ ആ തോഴിമാർ, അനവധി ആളുകൾ, എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സീത കുളിച്ചു. മുങ്ങിക്കുളിച്ച് ആഭരണങ്ങൾ മുതലായിട്ടതെല്ലാം അണിഞ്ഞ് പല്ലക്കിൽ കയറി രാമൻ്റെ അടുത്തേക്ക് അങ്ങനെ പോവുകയാണ്. ഇത് വല്ലാത്തൊരു സന്തോഷമുള്ളതായിട്ടുള്ള പോക്കാണ്. അങ്ങനെ വടിയുണ്ട്. കാവൽക്കാരെ പാറാവുകാരൊക്കെ ഉണ്ട് അവിടെ. വാനരന്മാരെയും മറ്റുള്ളവർ തിക്കിത്തിരക്കിയ സീതയെ ഒരു നോക്ക് കാണാൻ എല്ലാവരും വെമ്പൽ കൊണ്ടു. കാത്തു നിൽക്കുന്ന ആൾക്കാർ വടികൊണ്ട് അവർ ഇങ്ങോട്ട് മാറുക മാറും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ മാറ്റുന്നുണ്ട്. വാനരന്മാരെ മാറ്റുന്നുണ്ട്, കാണാൻ ആൾക്കാരെ മാറ്റുന്നുണ്ട്. രാമൻ പറഞ്ഞു, എന്തിനാണ് അവർ ഉപദ്രവിക്കുന്നത്? ആ വാനരന്മാരുടെ സഹായം കൊണ്ടല്ലേ ഞാൻ സീതയെ വീണ്ടെടുത്തത്. പൊതുവായിട്ട് ഈ സീതയെ ചില സന്ദർഭത്തിൽ സ്ത്രീകളെ കാണുന്നതിൽ തെറ്റില്ല. ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞാൽ വെച്ചാൽ, യാഗത്തിൽ, സ്വയംവരത്തിൽ, വിവാഹത്തിൽ സ്ത്രീ അണിഞ്ഞൊരുങ്ങി വരുമ്പോൾ എത്ര വേണമെങ്കിലും നോക്കാം എന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും നോക്കാം, അതിലൊരു ദോഷമില്ല എന്നാണ്. വ്യസനേഷു ച കൃച്ഛേഷു ന യുദ്ധേഷു സ്വയംവരേ. സ്വയംവരത്തിലോ യുദ്ധത്തിലോ ഒരു ദുഃഖത്തിലുള്ള സ്ത്രീയെ എപ്പോഴും പോയിട്ട് കണ്ട് ആശ്വസിപ്പിക്കാം. വേറെ തരത്തിൽ കാണില്ല, ആശ്വസിപ്പിക്കാൻ പണ്ടേ അനുമതിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സീതയെ കാണട്ടെ. വാനരന്മാരെ ഉപദ്രവിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരുന്നത്. വേറൊരു സന്ദർഭത്തിൽ പറയേണ്ട, പൂജിതേഷു കബീന്ദ്രേഷു. ആ കബീന്ദ്രന്മാരെ പൂജിക്കുകയാണ് എന്നെ പൂജിക്കണേക്കാളും എനിക്കിഷ്ടം. അവരെ പൂജിച്ചാൽ എന്നെ പൂജിക്കണ പോലെ. എന്തിനാണ് അവരെ ആട്ടിക്കളയുന്നത്? എല്ലാവരും ആ ദേവിയെ കാണുന്ന പോലെ ഒന്നങ്ങനെ കാണട്ടെ. അങ്ങനെ ദൂരത്തുനിന്നങ്ങനെ കണ്ടു ആ ഭർത്താവിനെ. ആര്യപുത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുകയാണ്. രുരോസ്യാദ്യ ഭർത്താരം ആര്യപുത്രേ ദിവാഷിണിയും. എത്ര വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, എത്ര ദുഃഖത്തിലാണ്ടു. എല്ലാറ്റിനും അവസാനം കണ്ടു, രാമൻ്റെ ആ മുഖം കണ്ടു. ആര്യപുത്ര എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ആ അടുത്തേക്ക് വന്നതോട് കൂടിയിട്ട്
ചില വാക്കുകൾ നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളൊക്കെ രാമൻ ഇവിടെ പറയുന്നുണ്ട്. ഞാനതിനോട് യോജിക്കണില്ല വ്യക്തിപരമായിട്ട്. ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, വായിക്കുമ്പോൾ വായിക്കാമെന്നല്ലാണ്ട് അത് നമുക്ക് പ്രക്ഷിപ്തമായിട്ട് ചേർത്തതാണെന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയണില്ല. ഇതെനിക്ക് തന്നെ വിശ്വാസമില്ല. വേറൊരുത്തിൽ താമസിച്ചതുകൊണ്ട് നീ എവിടേക്കാച്ച പോക്കോ, ആരുടെ കൂടെ വെച്ചാൽ പോക്കോ, ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് പറയണതേ. അപ്പോൾ ഇത്രയേറെ രാമൻ കാണാൻ കുറിച്ച സീത കാണാൻ കുറിച്ച രാമൻ, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിമിഷം ഇല്ലാതെ കഴിയാൻ വയ്യാത്തൊരു രാമൻ എങ്ങനെയാണ് അങ്ങനെ പറയുക? അതൊരു അധ്യായം മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്ന് ചിലർ പറയുന്നു. ഞാനതിലേക്ക് വിശദീകരിക്കണമില്ല, അത് പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് ഉള്ളതാണെന്ന് ഞാൻ കണക്കാക്കണില്ല. ഗ്രന്ഥങ്ങൾ എഴുതി വരുമ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ചേർക്കലുണ്ടാവും, ഇഷ്ടംപോലെ വിട്ടുകളഞ്ഞുണ്ടാവും. ആത്മീയ എഴുതിയ ഒറിജിനൽ ഗ്രന്ഥമാണ്, അപ്പോൾ നമ്മൾ വായിക്കണം, നമ്മൾ വിശ്വസിക്കണമെന്നേ ഉള്ളൂ. ആ കൂട്ടത്തിലൊരു ചേർക്കലായിട്ട് ഒട്ടും യോജിക്കാത്ത കുറേ വാക്യങ്ങൾ അവിടെ നമുക്ക് കാണാം. ഇത് കേട്ട് സഹിക്കവയെ കാണാൻ ഇങ്ങനെ കൊതിച്ചിട്ടേ ഹനുമാനെ അയക്കണ വരേക്ക് അങ്ങനെ ഒരു ഭാവമില്ല രാമന്. പോയിട്ട് പറയൂ ഹനുമാൻ. പിന്നെ സീത അങ്ങോട്ട് വരുമ്പോഴേക്ക് എങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് കാണാൻ കൊതിച്ചിരിക്കുന്ന, ഒരു വർഷമായിട്ട് കാണാത്തൊരു സ്ത്രീയോട് അങ്ങനെ പറയുക? അതുകൊണ്ട് നമുക്കത് ഞാൻ അർത്ഥമേ കരുതി കൂട്ടിയിട്ട് പറയാതിരിക്കുകയാണ്. എനിക്കതിനോട് യോജിപ്പില്ല. എന്തർത്ഥം അതിനുള്ളത്? എന്നിട്ട് സീത മനം നൊന്ത് അഗ്നിയിൽ പ്രവേശിച്ചു എന്നാണ് പറയണത്. അത് തെറ്റാണ്. അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛനും അതിനോട് യോജിക്കുന്നില്ല. അഗ്നിപ്രവേശം എല്ലാവരുടെ മുമ്പാകെയും ചെയ്തു. രാമൻ്റെ ചീത്ത കേട്ടിട്ട് തീ ചാടിയതല്ല. ഇതിലങ്ങനെയാണ് പറയണത്. അത് തെറ്റാണ്. സീത ശുദ്ധയാണ് എന്ന് എല്ലാവരുടെ മുമ്പാകെ തെളിയിക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. അത് സമ്പ്രദായമാണ്. ലോക സമ്പ്രദായത്തിനനുസരിച്ചിട്ട് രാമൻ്റെ അനുജ്ഞയോട് കൂടിയിട്ട് ചീത്തയൊന്നും പറയാതെ സീത അഗ്നിപ്രവേശം ചെയ്തു എന്നാണ് അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. അവിടെ സീതയെ ചീത്ത പറഞ്ഞതായിട്ടോ തീ ചാടി ജീവത്യാഗം ചെയ്യാനോ സീത ആലോചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ശരി. അഗ്നിപ്രവേശം എന്തായാലും ചെയ്തു. പാതിവൃത്യം എനിക്കുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ആളെ ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ലെങ്കിൽ, എൻ്റെ ഹൃദയം രാമനിൽ തന്നെ നിന്നതാണെങ്കിൽ, അഗ്നിദേവ അങ്ങ് സത്യം അറിയിക്കണം എന്ന് പറഞ്ഞ് ആ അഗ്നിയിൽ പ്രവേശിച്ചു. യാതൊരു പോറിലൂടെ ദേവന്മാരും ഇന്ദ്രനും ബാക്കിയുള്ളവരും പലരും ആദിത്യൻ, ചന്ദ്രൻ, വായു മുതലായിട്ടവരൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. അവരൊക്കെ എനിക്ക് സാക്ഷിയായിട്ട് ഞാനിതാ അഗ്നിയിൽ ചാടുന്നു. ഞാൻ പതിവ്രത ആണെങ്കിൽ അഗ്നി അത് തെളിയിക്കട്ടെ, അല്ലെങ്കിലും അത് തെളിയിക്കട്ടെ. എല്ലാവരും അത്ഭുതസ്തബ്ധരായിട്ട് അങ്ങനെ നോക്കണു. രാമൻ കുറച്ചങ്ങനെ ചിന്താകുലനായി. അപ്പോൾ അവിടെ വൈശ്രവണൻ, യമൻ, ഇന്ദ്രൻ, വരുണൻ എല്ലാവരും ഉണ്ട്. ബ്രഹ്മാവ് ഇവരെല്ലാം ഒരുമിച്ച് വിമാനത്തിൽ കയറി രാമൻ്റെ മുന്നിൽ അങ്ങനെ വന്നു. എന്താണ് അഗ്നി ചാടുന്നതിൽ നോക്കി നിൽക്കുന്നത് രാമ? ഇനിയും അങ്ങേക്ക് സംശയമുണ്ടോ? അങ്ങനെ അഗ്നിദേവൻ ആ സീതയെ ഭഗവാന്റെ, അതായത് രാമൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതെൻ്റെ ആജ്ഞയാണ്, ഇവളെ സ്വീകരിക്കൂ. ആജ്ഞയ്ക്കപ്പുറമൊന്നുമില്ലല്ലോ. സീതയോടും പറഞ്ഞു, അല്ലയോ സീതയെ, നിൻ്റെ ഭർത്താവ് ഈശ്വരനാണ്, ചതുർഭുജനാണ്, ശംഖചക്ര ഗദാപത്മാദികൾ ധരിച്ച വിഷ്ണുവാണ്. ഇതാ ആത്മീയ രാമായണത്തിൽ രാമൻ ഈശ്വരനാണെന്ന് പറയുന്നുണ്ട്. വീണ്ടും തെളിവ്. ലോക അനാന്തം പരോധർമ്മോ വിശ്വക്സേന ചതുർഭുജനാണ് ശക്സേനൻ. വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയൊരു പാർഷദനാണ്. അതുകൊണ്ട് ഈ വിഷ്ണു തന്നെയാണ് രാമൻ. മധുസൂദനനും വിഷ്ണു രാമനാണ്. ഇനി എവിടെ സംശയം? രാമായണത്തിൽ രാമനെ മനുഷ്യനായിട്ടൊന്നുമല്ല കണ്ടിരിക്കണം. ഒക്കെ വെറുതെ പറയുക, അറിവില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക. സീതയോട് ഇതാ പറഞ്ഞു കൊടുക്കണു, ഈശ്വരനായിട്ടുള്ള വിഷ്ണുവാണ് രാമൻ. ഷട്കാരവും ഓങ്കാരവും ലോകനാഥനും സർവ്വവ്യാപിയും ആയ വിഷ്ണു തന്നെയാണ് ഈ രാമൻ. സഹസ്രാക്ഷ സഹസ്രപാദ്. എന്താ വേണ്ടത്? 1000 കൈകളും 1000 കാലുകളും 1000 തലകളുമുള്ള വിഷ്ണുവാണ്, ലോകനാഥനാണ് ഈ രാമൻ. ബ്രഹ്മാവ് ദേവന്മാരെ അങ്ങയുടെ അവയവങ്ങളത്തെ ഓരോരോ രോമങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് കുറച്ചങ്ങനെ വിവരിക്കുകയാണ്. രാത്രിയാവട്ടെ പകലാവട്ടെ ക്ഷമാഭൂമി, സൂര്യൻ, ചന്ദ്രൻ, വായു എല്ലാം ഇവനാണ് വാമനായിട്ട്
2 അടി കൊണ്ട് 3 ലോകം അളന്നതും ഇവൻ തന്നെ. എല്ലാം സബലം. ഏതായാലും ഇപ്പം എന്തിനാണ് മനുഷ്യനായത്? രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട്. മനുഷ്യന് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ള വരം വാങ്ങിയത് കാരണം ഇതാ രാമൻ മനുഷ്യനായിട്ട് ആ വിഷ്ണു പിറന്നതാണ്. ഇതാ വീണ്ടും പറഞ്ഞു, പുരാണനും പുരുഷോത്തമനും അവ്യേനും ആയിട്ടുള്ള ഇവനെ ഭജിക്കുന്നവർ ഇഹലോകത്തിലും പരലോകത്തിലും അഭീഷ്ടങ്ങളെല്ലാം നേടും എന്ന് ദേവന്മാർ എല്ലാം പറഞ്ഞു. പ്രതിജ്ഞ പ്രകാരം ഈ രാവണവധം നടത്തി. അവൻ എന്തു ചെയ്തു? സീതയെ സ്വീകരിച്ചിരിക്കണു. അഗ്നിദേവൻ വെച്ചു കൊടുത്തതായിട്ടുള്ള സീത. മായാസീത പ്രയോഗം ഇവിടെ ഇല്ല കേട്ടോ, അത് ഇവിടെ കാണാനില്ല. മായാസീതയിട്ട് അഗ്നിയിലേക്ക് മറിഞ്ഞ സീതയെ വീണ്ടും കൊടുത്തു എന്ന് അങ്ങനെ ഇവിടെ പറയണില്ല. സീതയെ തന്നെയാണ് കൊണ്ടുപോയതും സീത തന്നെയാണ് വീണ്ടെടുക്കപ്പെട്ടതും. ഒറ്റ സീതയുള്ളൂ, മായാസീത ഇല്ല അവിടെ. അതിന് അഗ്നിസാക്ഷിയായിട്ടുള്ള ആ രാമനെ സീതയെ മടിയിലങ്ങനെ ഇരുത്തി ഇനി ആ അയോധ്യയിലേക്ക് മടങ്ങണം. പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് അയോധ്യയിലേക്ക് പോകുന്നു. അതിനു മുമ്പേ ദശരഥനെ കാണുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്ദ്രൻ അതുപോലെ തന്നെ വിഭീഷണൻ്റെ വക ഒരു സൽക്കാരം, വാനരന്മാരെ ബഹുമാനിക്കൽ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അയോധ്യയിലേക്കുള്ള പോക്ക്. അത്തരം അവസാന രംഗങ്ങളാണ് ഇനി. പൂർവന്റാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാമുരീദാഹനം പശ്ചാത്താപണ കുംഭകർണനിധനം വേദസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.